ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തില് ഈശോ അവിശ്വസ്തനായ ഒരു കാര്യസ്ഥന്റെ കാര്യം പറയുന്നുണ്ട്. അവസാന വ്യക്തി കൗശലപൂർവ്വം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോദിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ ആദ്യം പറയുന്ന വചനം ഇപ്രകാരമാണ്. 16-ാം അധ്യായം 2-ാം തിരുവചനം. യജമാനൻ അവനെ വിളിച്ചു ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. അവൻ അവിശ്വസ്തത കാണിക്കുന്നു എന്നറിഞ്ഞിട്ട് യജമാനൻ കൽപ്പിക്കുന്നതാണ്. ഒന്നോർത്തോളണം, ജീവിതത്തിൽ ഒരുപിടി കാര്യങ്ങൾ നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത് നിന്റെ ദൈവം നൽകിയിരിക്കുന്നതാണ്. എല്ലാം നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുപോകാമെന്ന് കരുതിയേക്കരുത്. എല്ലാം ഞാൻ ചിന്തിക്കുന്നത് പോലെ പോയാൽ ഓക്കെ ആണെന്ന് ചിന്തിച്ചേക്കരുത്. കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. യജമാനെ എപ്പോ വേണമെങ്കിലും നിന്റെ വിശ്വസ്തയുടെ കണക്ക് പരിശോധിക്കാം. അപ്പോൾ നീ വിശ്വസ്തനാണ് അല്ലെങ്കിൽ വിശ്വസ്തയാണ് എങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഇല്ലെങ്കിൽ പറയും, നീ ഇനി കാര്യസ്ഥനായിട്ടിരിക്കാൻ പാടില്ല, കാര്യസ്ഥയായിട്ടിരിക്കാൻ പാടില്ല. ദൈവം എല്ലാം എപ്പോഴും കണ്ണടച്ചു വിടുമെന്ന് നീ ചിന്തിച്ചേക്കരുത്. നിന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കേണ്ട വ്യക്തിയാ. നിന്റെ ഉത്തരവാദിത്വ ബോധം നിന്നെ സ്വർഗത്തിൽ തീർച്ചയായിട്ടും എത്തിക്കണം. അതിനുവേണ്ടിയാണ് നീ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുക. ഈശോയെ, വിശ്വസ്തയോടുകൂടി എപ്പോഴും ആയിരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ ദിവസത്തിന് വേണ്ട കൃപകള്, നന്മകള്, സംരക്ഷണം എല്ലാം നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനെ ഈ വ്യക്തിയെ നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ നീ